ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന രീതിയിൽ നിന്നും ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട് കേട്ടോ അത് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു ക്യാബേജ് തോരനില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്യാബേജ് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പത്തട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് നീളത്തിലാണ്. നിങ്ങൾക്കിനി കൊത്തി എരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണം ചെയ്തെടുക്കുക. എങ്ങനെ മുറിച്ചെടുത്താലും ഇത് അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ മുറിച്ചെടുക്കുക. അപ്പോഴാണ് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും, നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് പോണ ആ ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 3 ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കളർ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റാക്കി എടുക്കണ്ട. അപ്പോൾ നമുക്ക് തേങ്ങ ഇതുപോലെ കിട്ടിയാൽ മതി, ഒന്ന് ഒതുക്കിയെടുത്ത രീതിയിൽ കിട്ടിയാൽ മതി. ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ പരമാവധി വെളിച്ചെണ്ണ ചേർക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ക്യാബേജ് തോരൻ വെക്കുമ്പോൾ ഉലുവയൊന്നും ചേർക്കാറില്ല, ഇത് ഉലുവ ചേർത്തിട്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് ചേർക്കരുത്, കൂടുതലായി ചേർത്താൽ കയ്പ്പ് രസം ഉണ്ടാവും. ഇനി നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഉലുവ ചേർക്കാതെയാണ് തയ്യാറാക്കിക്കണമെങ്കിൽ ഇനിയൊന്ന് ഉലുവ ഇട്ടിട്ടൊന്ന് വെച്ച് നോക്കാട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ക്യാബേജ് ഉപ്പേരിക്ക്. ഇതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ തേങ്ങയൊന്നും ഫസ്റ്റ് ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് നമ്മൾ തേങ്ങ ഈ കടിയിലൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമണം പോകുന്നവരൊന്നങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു 2 മിനിറ്റോളം തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. തേങ്ങ നമ്മൾ ക്യാബേജിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിനേക്കായി നല്ലൊരു ടേസ്റ്റാണ് ആദ്യം തേങ്ങ അങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എത്ര മതി. ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിൽ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. നമ്മൾ ക്യാബേജ് വെക്കുമ്പോൾ ഒരിക്കലും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു ക്യാബേജിൻ്റെ തോരന് കുഴഞ്ഞു പോകും, ഒരു വെള്ളത്തിൻ്റെ അംശമായിരിക്കും. ഇങ്ങനെ അടച്ച് വെക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ നമുക്ക് കിട്ടും. ഇത് നമ്മൾ നല്ല കനം കുറഞ്ഞ് മുറിച്ചെടുത്ത കാരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഏകദേശം നമ്മളൊരു 5 മിനിറ്റോളം തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ എത്ര മതി, നമുക്ക് പാകത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. അപ്പോൾ സദ്യ സ്റ്റൈലിലുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇതിൽ ഉലുവ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ തീർച്ചയായും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.